Beauty, the Beauty Soap presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ കൂടെ നിൽക്കുന്ന ഈ ഗ്രൂപ്പിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സർപ്പ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറച്ച് കിടിലങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർപ്പ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ മനസ്സിലായി പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ല, സർപ്പ വാട്സാപ്പ് ഗ്രൂപ്പോ? ആ, അത് പേരാണ് സർപ്പ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന്. പക്ഷെ ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നതും സർപ്പമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്നേക്ക് ക്യാച്ചേഴ്സ് അഥവാ പാമ്പുകളെ പിടിക്കാൻ പറ്റുന്ന വിദഗ്ധരാണ് വന്ന് നിൽക്കുന്നത്. വാവ്! അപ്പൊ കുട്ടികളുമായിട്ട് കമ്പനി ഉണ്ട് വളരെയധികം അഖിൽ കമലുമായിട്ട് ബന്ധമുണ്ട് കൈയടിക്കുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പ് ഇവണ്ടോ? അയ്യോ ഇല്ല, ഇവനെ പിടിക്കാൻ വേണ്ടിയാ ഇവര് വന്ന്. മനസ്സിലായില്ലേ? കമലൂര് കീടോ ഇല്ലെന്നാണ് വിളിക്കുന്നത്. 8 മണിക്ക് ശേഷം അവൻ അവിടെ അറിയപ്പെടുന്ന പാമ്പകിലെന്നാണ്. അത് നമുക്ക് നോക്കാം ഇപ്പൊ ഏത് പാമ്പിനെ പിടിക്കാനാ ഇവിടെ വന്നേന്നുള്ളത്. നമുക്ക് എന്തായാലും ഓരോരുത്തരെ പരിചയപ്പെടണം. ഹായ് ചേട്ടാ, പേരെന്നാ? ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അൻവർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? വനം വകുപ്പിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ആണ്. ബയോഡൈവേഴ്സിറ്റി സെല്ലിന്റെ ചാർജാണ്. അടിപൊളി അടിപൊളി. വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സാറിനെയാണ് ഞാൻ കയറി ചേട്ടാ എന്ന് വിളിച്ചത്. ക്ഷമിക്കണം സാർ, എന്റെ തെറ്റാണ്. ഈ കൂടെ വന്നിരിക്കുന്ന സാറിനോട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണോ അതോ? അല്ല, അവര് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരല്ല. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഞാൻ മാത്രമാണ്. ഞാൻ സർപ്പ എന്ന ടീമിന്റെ നോഡൽ ഓഫീസറാണ്, സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ്. ഓ, അപ്പൊ ഈ സർപ്പയില് വർക്ക് ചെയ്യുന്നവരാണ് സർപ്പ ടീമിലെ മെമ്പേഴ്സ് ആണ്. ഇവര് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതെ അതെ, ഏതൊക്കെ മേഖലകളാ ഒന്ന് പറഞ്ഞാൽ? ഞാനൊരു ഇവന്റ് പ്ലാനർ ആണ്. കൊച്ചിയിൽ തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ്. എൻ്റെ പേര് ജോജു എന്നാണ്. എനിക്ക് പ്രധാനമായിട്ടും ഞാൻ ഇതിന്റെ ഈ ഒരു സർപ്പ ടീമിന്റെ ഒരു മാസ്റ്റർ ട്രെയിനർ കൂടിയാണ്. ഒപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഞാനും പിന്നെ ആ നിൽക്കുന്ന ചേച്ചി മാത്രമേ ഉള്ളൂ ലേഡീസ് ആയിട്ടുള്ളത്. എന്തായാലും ആ മാമിനെ ഒന്ന് പരിചയപ്പെടണം. ഹായ്, hello, I am Vidya Raju, wife of Commodore NVS Raju. He retired from Indian Navy. And I'm a very proud Sarpa volunteer. Okay. And one thing just now she told us is the fear is because of lack of awareness. So we keep going to different places, school, colleges, clubs, for the awareness program to know what to do, what not to do in case of any snake sighted. Thank you so much. Okay, ഈ സൈഡിലേക്ക് നിങ്ങൾ ഏതൊക്കെ ഫീൽഡിലാണ്? കേൾക്കട്ടെ, പേര്? എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ സുവോളജിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ബാച്ച്, സർപ്പയുടെ ഫസ്റ്റ് ബാച്ചിൽ ലൈസൻസ് എടുത്ത ഒരാളാണ്. സൂപ്പർ. എൻ്റെ പേര് റിൻഷാദ്, എളമക്കരയാണ് സ്വദേശം. ഞാൻ ബിസിനസ്സാണ്, FMCGയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇപ്പോൾ സർപ്പയിൽ വന്നിട്ട് ഒരു 3 വർഷമായി. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. സോ നെക്സ്റ്റ് സാറിനെ കൂടെ പരിചയപ്പെട്ടു. ഹായ്, സാറിന്റെ പേര്? എൻ്റെ പേര് ശ്രീനിവാസ് കമ്മത്ത്. ഓക്കെ, ഞാൻ ബേസിക്കലി സൈക്കോളജിസ്റ്റ് ആണ്, ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ്. സെർപ്പയുടെ എറണാകുളം ജില്ലാ ഫെസിലിറ്റേറ്റർ ആണ്, എഡ്യൂക്കേറ്റർ ആണ്, സെർപ്പയുടെ എഡ്യൂക്കേറ്റർ ആണ്. സൂപ്പർ. അപ്പൊ പല ഫീൽഡിലുള്ള ആൾക്കാരാണ് ഈ സർപ്പ ടീമിലുള്ളത്. അത് തന്നെ ഭയങ്കര ഒരു നമ്മൾ വിചാരിക്കും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അല്ല. ഇപ്പൊ മാം പറഞ്ഞ പോലെ ആദ്യം ഇതിനെപ്പറ്റി അറിയുക, അതിനുശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഇനി നമുക്ക് പാമ്പുകളെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ അറിയണം. ഒരു നല്ല വിഷമുള്ള പാമ്പ് കടിച്ചാൽ എത്ര നേരം വരെയാണ് ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റുക? അല്ലാതെ എത്ര പെട്ടെന്ന് ചികിത്സയിൽ കൊണ്ടുപോകണം? മാക്സിമം 10 മിനിറ്റിനുള്ളിൽ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും സേഫ്. 10 മിനിറ്റിൽ എത്തിയില്ലെങ്കിൽ ഗോൾഡൻ അവർ എന്ന് പറയും. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലെങ്കിലും ആളെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ ആ കടിയേറ്റ ഭാഗം, അതുപോലെ കടിച്ച പാമ്പ് എത്രത്തോളം വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്, കുത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലാ ബൈറ്റിനും ഒരുപോലെ ഇൻവെൻവേഷൻ ഉണ്ടാകണമെന്നില്ല, വിഷബാധ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഈ ഒത്തിരി നമ്മുടെ ആർട്ടറീസും വെയിൻസും ഒക്കെ കടന്നു പോകുന്ന ഭാഗങ്ങളിലേക്കാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെനം സ്പ്രെഡ് ആവും, ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും. ചിലപ്പോൾ ടിഷ്യൂസിലാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ അത് വളരെ സാവധാനത്തിലായിരിക്കും സ്പ്രെഡ് ആവുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ടിഷ്യൂസിൽ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷമുണ്ടല്ലോ, അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അതിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അത് പതിയെ നമ്മുടെ സർക്കുലേഷനിലേക്ക് എത്തുമ്പോഴാണ്, അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് അത് കൂടുതൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാവകാശം നമുക്ക് കിട്ടും. പേടിപ്പിക്കല്ല, ആ കൊച്ചിന് ഒന്നാമതെ ഭയങ്കര പേടിയാ പാമ്പെന്ന് പറഞ്ഞാ. ഇത് ത്രികോണമാണ്. നോക്കാൻ പറഞ്ഞത് അത് ഒറിജിനൽ അല്ല ഡയാന, ഡോണ്ട് വെറി. ത്രികോണമാണ്. മതി. എന്താടാ ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്?
അയ്യോ അത് അതിന് പേടിയാട്ടോ, ഭയങ്കര പേടിയാ പാവത്തിന്. ഇല്ലടാ ഒരു പ്രശ്നമില്ല, നമുക്കിത് മൈൻഡ് മാറ്റാം. നമുക്ക് കുറച്ച് പാമ്പുകളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ. അല്ല സീരിയസ് ആയപ്പോ ഒന്ന് കോമഡി ആക്കിയതാണ്. അവള് പേടിച്ചിരിക്കും. അല്ലല്ല അവർക്ക് ശരിക്കും ഭയങ്കര പേടിയാട്ടോ. സോറി. നമുക്ക് ഫോട്ടോസ് കുറച്ച് കാണാം. അതാ ശ്വേത ചേച്ചി, നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം പാമ്പുകളുടെ. എന്നിട്ട് അത് ഏതൊക്കെ പാമ്പുകളാന്നുള്ളത് നമുക്കൊന്ന് അറിയാം. ഓക്കെ സാർ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. യെസ്, ഹായ്. ഇതാണ് ഇപ്പൊ വന്നത്. ഇതേതാ? ഇത് വിഷമില്ലാത്തൊരു പാമ്പാണ്. വില്ലൂന്നി കൊമ്പേറി എന്നൊക്കെ പറയുന്ന, വില്ലൂന്നി കൊമ്പേറി എന്നൊക്കെ പറയും. അതായത് മരങ്ങളിലൂടെയാണ് കൂടുതൽ സഞ്ചരിക്കുന്നത്. മരം കയറി പാമ്പാണ്. ഇതിനെ പിടിക്കാൻ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ഓടിയങ്ങ് ഈ പാമ്പിനെ പണ്ട് പറഞ്ഞത് കടിച്ചിട്ട് അയാൾ മരിക്കുന്നവരെ മരത്തിൽ പോയി തൂങ്ങി കിടക്കും. അതെ, മരിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ ഇറങ്ങുള്ളൂ പാവപ്പെട്ട പാമ്പിനെയാണ്. പുക കണ്ടിട്ടേ തിരിച്ചു പോവുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. അത് ഈ പാമ്പിനെ പറ്റിയാണ്. ഇതിന് ഒട്ടും വിഷമില്ലാത്ത ഒരു വളരെ പാവപ്പെട്ട ഒരു പാമ്പാണ്. പാവപ്പെട്ടാണ് അല്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എങ്കിൽ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പൈത്തൺ, ഇന്ത്യൻ റോക്ക് പൈത്തൺ, മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പറയും. പലരും ചോദിക്കാറുണ്ട് മലമ്പാമ്പും പെരുമ്പാമ്പും രണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കേരളത്തിലാകെ മലമ്പാമ്പിനത്തിൽപ്പെട്ട ഒരു പാമ്പേ ഉള്ളൂ. അത് ഇതാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ. വിഷമില്ലാത്ത പാമ്പാണ്. ഇത് ആൾക്കാരെയൊക്കെ പിടിച്ച് വിഴുങ്ങുമോ എന്നൊക്കെയുള്ള കഥകളൊക്കെ പ്രചരിക്കാറുണ്ട്. ഞെരുക്കുമല്ലേ ഭയങ്കരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ടറാണ്. ഇത് വിഷമുള്ള പാമ്പാണ്. റസൽ സ്വൈപ്പർ. എന്താണ് റസൽ സ്വൈപ്പർ? അണലി. ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി എന്നൊക്കെ പേരുള്ള പാമ്പാണ്. ഇത് കംപ്ലീറ്റ് എൻറ്റയർ ബോഡി, അതായത് ഫുൾ ശരീരം വായുവിൽ ഉയർന്നു കടിക്കാൻ വരെ കഴിവുള്ള ഒരു പാമ്പാണ്. സാറേ ഈ പാമ്പല്ലേ സാർ ഈ ചുറ്റും ഇങ്ങനെ കറങ്ങി കൊത്തുമെന്ന് പറയുന്നത്? ഏത് ആംഗിളിലും കടിക്കാൻ കഴിയുന്ന, നേരെ മുകളിലേക്കും നേരെ പുറകിലേക്കും ഒക്കെ കടിക്കാൻ കഴിയുന്ന ഒരു പാമ്പാണ്. സർ ഇത് ഏതാണ് അടുത്തത്? ഇലയിൽ വിശ്രമിക്കുന്ന ഇത് ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ എന്ന് പറയും. ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ, HNPV എന്നൊക്കെ ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ഒരു പാമ്പാണ്. മലയാളികളുടെ ഇടയിൽ ഇവൻ എന്താണ് വിളിക്കുന്നത്? ചുരുട്ട, തവിട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് കൂടുതൽ പച്ചപ്പ് ഉള്ള നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. പണ്ടത്തെ ഈ മൺകട്ട മുഴമൂക്കൻ കുഴിമണ്ഡലി, ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പറിന്റെ നേർക്കുനേൽ മലയാള തർജ്ജമയാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി. ഇതിന്റെ മൂക്കിന്റെ അറ്റത്ത് ഒരു ചെറിയ മുഴയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി. അതായത് ഒരു ഉഗ്രവിഷമുള്ള കാറ്റഗറിയിൽ വരുന്നതല്ലെങ്കിൽ പോലും മനുഷ്യന് ഹ്യൂമൻ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാമ്പ് കൂടിയാണ്. നമുക്ക് അടുത്ത ആളെ നോക്കാം. കിങ് കോബ്ര, രാജവെമ്പായം. ലോകത്തെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്. ഇതിന് കൂടൻ പാമ്പെന്ന് മറ്റൊരു പേരുണ്ട്. കാരണം കൂടുണ്ടാക്കിയിട്ട് കരിയിലകൾ കൊണ്ടൊക്കെ കൂടുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മുട്ടയിടുന്ന ഒരു സ്വഭാവമുണ്ട് കൂടൻ പാമ്പ്. ഇതിനെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ. രാജവെമ്പാല കടിച്ചിട്ട് വളരെ ചുരുക്കം പേരിൽ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുള്ളൂ സാറേ. നമുക്ക് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ 3 മരണങ്ങളാണുള്ളത്. അതിൽ കേരളത്തിൽ ഒരു മരണമേ ഉള്ളൂ. അത് 3 പേരും പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന പിടികൂടുന്ന ആൾക്കാരായിരുന്നു. കേരളത്തിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം സൂവിലെ സൂ കീപ്പർ ആയിരുന്ന ഹർഷദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാജവെമ്പാലയുടെ കൂട്, തിരുവനന്തപുരം സൂവിലെ രാജവെമ്പാലയുടെ കൂട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് പാമ്പ് എങ്ങനെയോ ആക്സിഡന്റലി അത് കടിച്ച് ആള് മരിക്കുകയായിരുന്നു. കൂടിനകത്ത് ആള് മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യില്ല അങ്ങനെ? സാധാരണഗതിയിൽ ഇതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളിലാണ്. ഇത് സാധാരണ ജനവാസ മേഖലകളിലേക്ക് വരാറില്ല. പിന്നെ പാമ്പ് ആൾക്കാരെ കടിക്കുന്നത് എപ്പോഴും നമ്മൾ കാണാതെ ശ്രദ്ധിക്കാതെ പാമ്പിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്. ചിലപ്പോൾ കരിയിലേക്കിടയിലോ വെളിച്ചമില്ലാത്ത സ്ഥലത്തോ ഒക്കെ പാമ്പ് കിടക്കുമ്പോൾ കാണാതെ തൊട്ടടുത്ത് വളരെ ക്ലോസ് റേഞ്ചിൽ പോകുമ്പോഴാണ് കടിക്കുന്നത്. ഇത് ഇത്രയും വലിയൊരു പാമ്പ് ജനവാസ മേഖലയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പട്ടി കുരയ്ക്കുക, പക്ഷികൾ കൂട്ടമായിട്ട് ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെയുള്ള മെസ്സേജൊക്കെ കിട്ടും. പിന്നെ വലിയൊരു പാമ്പ് കിടന്നു കഴിഞ്ഞാൽ കാണാതെ പോയി അതിന്റെ വാലി ചവിട്ടുക എന്നുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇനി എങ്ങാനും വാലി ചവിട്ടിയാലും തല ഒരു 8-10 അടി ദൂരെ ആയിരിക്കും. തല തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പും കിട്ടും. അങ്ങനെ ഒരു വലിയ പാമ്പ് കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ കുറെ സംശയങ്ങളും നമ്മൾ ചോദിച്ചു. അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഇനി ചിരിക്കാനുള്ള ഒരു ടൈം ആയിരിക്കാണ്. ഇത്രയും നേരം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പാമ്പുകളൊക്കെ അവിടെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും മാറ്റി നിർത്തുന്നു. ഇനി നമ്മൾ ചിരിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും സർപ്പ ടീം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, നമ്മളോടൊപ്പം സ്കിറ്റ് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാ പോകുന്നു സ്കിറ്റ്. ആരാ? നിന്റെ കെട്ടിയോൻ. വെറുതെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ല, ഞാൻ ഈ വീട്ടിൽ എന്റെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. അവിടെ വന്നിട്ട് എന്റെ കെട്ടിയോന്ന് പറയാൻ താനാരാണോ? ചേട്ടാ ചേട്ടാ എടി എന്താണ് കാര്യം?
എനിക്കറിയാൻ പാടില്ല ചോദിക്കുക താൻ ആരാണ് എന്നെ കെട്ടിയോന്ന് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? എടി നിന്റെ കെട്ടിയോനാണെന്ന് നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? ഇല്ല. നീ രാവിലെ എന്റെ മുതുകത്തിട്ട് ചവിട്ടിയാ ദേ ആ പാടാണത്. നിങ്ങളെന്താ ഈ കോലത്തില്? നിങ്ങളെന്താ ഈ കോലത്തിലെന്ന്? ഹായ് ബേബി, ഐ ആം പൂക്കി കിഡ്സ്. കിഡ്സ് 70 വയസ്സായി കിഡ്സ്. എടി കാലം മാറുമ്പോ നമ്മള് കോലവും മാറണം, മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ നീയൊക്കെ എന്നെ തന്ത വൈബെന്ന് വിളിക്കും. എല്ലടി തള്ളേ. എന്നെ തള്ളേന്ന് അങ്ങനെ വിളിച്ചാലോ? പിന്നെ തള്ളനെ തള്ളേന്ന് തള്ള വൈബിനെ പിന്നെ വേറെ എന്ത് വിളിക്കോടി? തള്ളനെ കയറി പുള്ളേന്ന് വിളിക്കാൻ പറ്റുമോ? എടി കാലം മാറി, ഇപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തില് 9 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവന് ബാല്യമാണ്. 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ അവന് കൗമാരമാണ്. 32 വയസ്സ് മുതൽ 68 വയസ്സ് വരെ അവന് യൗവനമാണ്. അതിനുശേഷമാണ് വാർദ്ധക്യം വരുത്തുള്ളൂ. അപ്പൊ കണക്ക് പ്രകാരം ഞാൻ ഇപ്പോഴും യൗവനത്തിലാണ്. അതെ അതെ, നിങ്ങൾ ചെന്നിട്ടേ ആ ചുമയുടെ സിറപ്പ് എടുത്ത് കുടിക്കുക. ചെല്ലി പോ. അതെ, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയേക്കായിരുന്നില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. നീ നമ്മുടെ സർവന്റ് മിനിനോടെ എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ. അവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അവള് ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഇന്നത്തെ പറഞ്ഞു വിട്ടത്. അവളോട് ഞാൻ ചോദിച്ച് നിനക്ക് എന്താ ഇഷ്ടമെന്ന്. അപ്പൊ അവൾ എന്നോട് തിരിച്ചു ചോദിക്കുക, ചേച്ചിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടമെന്ന്. അല്ല ബ്രോ, അതിന് അവളെ പറഞ്ഞു വിട്ട കാര്യം എന്താണ് ബ്രോ? എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്കിഷ്ടം എന്റെ ചേട്ടനെ അല്ലേ. ഞാൻ ഇതെങ്ങാനും ചെന്ന് അവളോട് പറഞ്ഞ നമുക്കും ചേട്ടനെ ഇഷ്ടമാവത്തില്ലേ? അത് ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്റെ മിനി, എന്റെ ലില്ലി മാറിപ്പോയതാണ്. നീ ഇങ്ങനെ സില്ലി ആവല്ലേ. ഈ ലില്ലിയുടെ ഒരു കാര്യം പല്ലി വിളിയേക്കണത്. ഞാൻ ലില്ലി എന്നാണ് വിളിച്ചത്, അതിന് എന്തിനാണ് ഈ പല്ലിയൊക്കെ നിന്ന് വിളിയേക്കണത്? വല്ലാത്ത കഷ്ടമാണ്. എന്തായാലും ഇനി ഇവിടെ ഒരു വേലക്കാരി വേണ്ട. വേലക്കാരി വേണ്ടാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ നമുക്ക് റോബോട്ടിനെ വെക്കാം. റോബോട്ടിനെ വെക്കണൊക്കെ കൊള്ളാം, പക്ഷെ പ്രായമുള്ളൊരു റോബോട്ടിനെ വെച്ചാൽ. അതും പ്രായമുള്ള റോബോട്ടാ? നിനക്കപ്പോഴും എന്റെ സംശയം മാറൂല്ലേ? പ്രായമുള്ള റോബോട്ടെങ്കിൽ പ്രായമുള്ള റോബോട്ട് ഓക്കെ. അത് മതി, അത് മതി, അത് മതി. നിങ്ങളാള് കൊള്ളാല്ല. പ്രായമുള്ള റോബോട്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താ? ഇത് റോബോട്ടല്ല, പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ ഗിൽബർട്ട്. എന്തുവാ വീണത്? ഗിൽബർട്ട് എന്ന് പറഞ്ഞപ്പോഴാ അവന്റെ സെറ്റ് വലുത്. എടുത്തു ഈ എന്നെ കൊണ്ട് എന്റെ പേര് പറയിപ്പിക്കരുത്. നീ പറഞ്ഞാ മതി കേട്ടാ. നീ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം. ഭയങ്കര ബുദ്ധിമുട്ടാത്. അല്ല ബ്രാബ്രോ, ബ്രാബ്രോയാ? ബ്രാബ്രോ എന്ന് ഞാൻ വിളിക്കുള്ളൂ. പിന്നെ ഒരു ബ്രഹ്മത്തിന് എന്നല്ലേ. അപ്പൊ ഞാൻ ബ്രായിന്ന് ആദ്യത്തെ സാധനം മാത്രമേ ഇനി ബാക്കിയൊക്കെ ഞാൻ ഉപേക്ഷിക്കും. ആവശ്യമില്ലാണ്ട് ബ്രാബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആ സെറ്റ് വലിയ തെറിച്ചു പോട്ടാ. ഇല്ല, ബ്രാബ്രോ എന്ന് പറഞ്ഞാൽ സെറ്റ് വലിയ തെറിച്ചു പോകില്ല. അതെന്താണ് പോവാത്തത്? അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എങ്ങനെ? ബ്രായ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുമെങ്കിലും ബ്രോ എന്ന് പറയുമ്പോ അകത്തേക്ക് വരില്ല. അപ്പൊ പ്രശ്നമില്ല. നിങ്ങളും കൊള്ളാം, നിങ്ങളുടെ കൂട്ടുകാരനും കൊള്ളാം. രണ്ടും കണക്ക് തന്നെ. അതെ ബ്രോ, എത്ര നാളായി എന്റെ ബ്രോ കണ്ടിട്ട്. എന്നിട്ട് എന്താണ്, എവിടെയാണ്, എന്ത് ചെയ്യണം? നീ മൂക്കിയല്ലേ? മൂക്കിയല്ല, പൂക്കി. അല്ല നീ എന്താ ചെയ്യണ്ട അത് പറ. നമ്മളിപ്പോ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാവാ. ഷോർട്ട് ഫിലിമാ? കഴിഞ്ഞ ആഴ്ച നീ വിളിച്ചപ്പോ പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. സിനിമയുടെ ആയിരുന്നടാ. എന്നിട്ട് അത് ചെറിയൊരു സീനായി. നമ്മ അത് പിന്നെ ഇതിന് വിടൂല, സെൻസറിങ്ങിന് വിട്ട്. ഇത് എവിടെ നോക്കണം. സെൻസറിങ്ങിന് വിട്ടപ്പോഴത്തേക്ക് അവരിത് കുറച്ച് ഷോർട്ടാക്കി. ചെറിയൊരു സീൻസിന്റെ ഒരു ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് സീൻസ് ഷോർട്ടാക്കി, പിന്നെ ഷോർട്ടാക്കി അത് ഷോർട്ട് ഫിലിമായി. സിനിമ കട്ടിയത് ഷോർട്ടാക്കി. അപ്പൊ ഈ സിനിമയുടെ പേരെന്തായിരുന്നു? സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ വലിയ നീട്ടമുള്ള പേരായിരുന്നല്ല, അവളുടെ രാപ്പാടികള്. എന്നിട്ട് ഇപ്പൊ അത് അരയെന്നാക്കി. നമുക്കൊരു മുള്ളെടുക്കണം. അതല്ലെന്ന് എന്റെ സിനിമയുടെ പേര് അരയെന്നാക്കി. അത് ഷോർട്ട് ചെയ്തല്ല, അത് അങ്ങനെ ഷോർട്ട് ചെയ്ത് അരയെന്നാക്കി. നീ എന്ത് ചെയ്യണ്ട ബ്രോ? ഞാൻ AI-യുടെ ക്രിയേഷൻ അല്ലേ. എന്ത് സെറ്റ് സീൻ? നൂജനൊന്നുമല്ല. AI പഴയ പണ്ടുണ്ട്.
പിന്നെ എവിടെ പണ്ട് ഇപ്പോഴത്തെ ക്രിയേഷൻ ആണ് പിന്നെ ഇത് AI. അല്ലെന്ന് ആന്ന്. പണ്ടുകൊണ്ട് എവിടാ അപ്പോ ഇടിയപ്പൊക്കെ പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോ ഇടിയപ്പം ഉണ്ടാക്കണ പരിപാടിയാണ്. അതാണ് AI ക്രിയേഷൻ. അതിന്റെ ക്രിയേഷൻ ആണല്ലേ. ആ ഓ, നമ്മ ഒന്നും പറയണ്ട, ആ പഠിച്ച പഴയ കാലങ്ങളും അതും ഇതൊക്കെ ഓർത്ത് എടാ, നമ്മുടെ പഴയ കൂട്ടുകാരെ വല്ലവരും നീ കാണാറുണ്ടാ? ഞാനും നീ ഓർക്കണ്ട, സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പെണ്ണിനോട് ഐ ലവ് യു പറഞ്ഞിട്ട് എന്റെ ബ്രോ എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? കേസായി, വഴക്കായി, വക്കാണോ ആയി. നിനക്ക് അത്രയല്ലേ ഉണ്ടായുള്ളു. ആ. ഞാനൊരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുടാ അവളെ എനിക്ക് കെട്ടണ്ടോന്ന്, അവളാണല്ലോ എന്റെ ഭാര്യ. എന്ത് മേടാണെന്നറിയാമോ? ആണോ? ആ ഇന്നൊന്ന് ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ആലോചിച്ച. എന്താണ്? ബെഞ്ചണ്ടാ ബെഞ്ചിങ് ബെഞ്ചടിക്കാറുണ്ടാ? എനിക്ക് മനസ്സിലായില്ല. ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിങ് എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഇല്ല. നിനക്കിപ്പോ ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടല്ല. എനിക്കൊരു ഭാര്യയുണ്ട്. എടാ, അവിടെ കൂടെ വേറെ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ക്രിയേഷൻ അടിച്ചു വെക്കണം. ആ, അപ്പൊ എന്തെങ്കിലും ഇവിടെ ഭാഗത്ത് നിന്ന് തട്ടുകേട് വന്നാല് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യണം. അതാണ് കാരണം അങ്ങോട്ട് ചാറണം. അല്ല ബെഞ്ചിങ് അപ്പൊ സെറ്റ് ആവൂല, ബെഞ്ചിങ് ആവൂല. എടാ സംഭവം ശരി. ബെഞ്ചിങ്ങുമായിട്ട് ഞാൻ അവളുടെ അടുത്ത് ചെന്നാലുണ്ടാ അവള് നല്ല പഞ്ചിങ്. അത് നടക്കൂല. ആ കുഷ്യനിങ് ആണ്. നിനക്ക് കുഷ്യനിങ് കേട്ടാ? കുഷ്യനിങ് ആണ്. ഈ കുഷ്യനിങ് പരിപാടി എങ്ങനെയാണ്? നമ്മൾ ചുറ്റും സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതെങ്ങനെ? ആവശ്യമുള്ള പോറങ്ങനെ വിളിക്കും. പിന്നെ നമ്മ pro അല്ലടാ. അതെ മിണ്ടില്ല, ഇതൊന്നും പറയില്ല. അതെ. മോളെ. നിങ്ങളുടെ മൂത്ത അമ്മാവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂത്തമ്മാവനാ? ആ തലക്ക് മൂത്തൊരു അമ്മാവനുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വരും, ഇന്ന് ഇവിടെ നിൽക്കും, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന്. ഈ മാരണമൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിച്ചോന്ന് വന്നത്? നീ ഒരു കാര്യം ചെയ്യും, അമ്മാവന് ഇവിടെ നിൽക്കണല്ലേ, ആ റൂമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി. എന്റെ നടുപൊട്ടി. ഇവിടെ 90 വയസ്സുള്ള ഒരു കിളവനാണ്, തന്ത വൈബാണ്. ആണല്ലേ? എണ്ണയും കുഴമ്പും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കേറി വരും. വല്ല തീർത്ഥയാത്രക്ക് പോണ വഴിയായിരിക്കും. അതിനെ നിങ്ങൾ അടുപ്പിക്കല്ലേടാ. ആ. നമ്മ ആപ്പാട് കണ്ടസ്റ്റൻസ് ആയി പോവും. അതായി പോവും. അതായി കഴിഞ്ഞാ പിന്നെ ഞാൻ ഇടക്ക് ഇംഗ്ലീഷ് പറയുമ്പോ ഇതാണ് ചിലപ്പോ സ്ലോ അടിക്കുന്നുണ്ട്. ഡാർക്ക് സീനാണ്. ഡാർക്ക് സീനായി പോകും. കുറച്ച് പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണോടാ. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ അത് പഠിക്കണം. പിന്നെ നീ ഒരു കാര്യം, എന്തിനാണ് ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണത്? ഫോർട്ട് കൊച്ചിയില്ലേ ആ ഒരു മതാമ്മ സീനായിട്ടുണ്ട്. സെറ്റായ ലവ് ബോംബ് പഠിച്ചേക്കണേ. ബോംബ് പഠിച്ചേക്കണേ. ആർക്കും പറയില്ല നീ. സംഭവിക്കണല്ല. അപ്പൊ ഇതെങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? നിനക്ക് ലാംഗ്വേജിലില്ല. ലാംഗ്വേജിൽ പക്ഷെ വേറെ സീനുണ്ട്. എന്താ നമ്മ വാട്സപ്പിൽ മലയാളത്തിൽ പറയും. അപ്പൊ ഇംഗ്ലീഷ് അടിക്കൂല. ഇപ്പൊ മംഗ്ലീഷ് ഉണ്ടല്ലോ, അങ്ങനെ വിടുവന്ന്. അങ്ങനെ വിടും. അല്ലടാ, അപ്പൊ പുള്ളിക്കാരിക്ക് കാണണമെന്ന് പറയുമ്പോ എന്ത് ചെയ്യും? നമ്മ വെട്ടത്തിയില്ല, പാത്തിരിക്കുള്ളൂ. മറന്നിരുന്ന കളിയാണ്. ഒളിച്ചിരുന്നുള്ള ഹൈഡിങ് ലവ് ആണ്. പിന്നെ നമ്മ പ്രായമായി, ബോഡി ശ്രദ്ധിക്കണം. ഐബ്രോ വേണമെങ്കിൽ അവളോട് ചോദിക്കണം. അയ്യോ, എന്റെ മൂത്തമ്മാവൻ. എനിക്ക് മനസ്സിലായില്ല. അമ്മാവനോ അങ്ങനെ പറയണ അമ്മാവ, ഇതെന്ത് വേഷമുള്ള അമ്മാവ? എടാ, ഞാൻ നിങ്ങളെ പോലെയല്ല. ഞാൻ ഇപ്പോഴും ജിമ്മാ. അതുപോലെ വിമു കലക്കി കൊടുക്കാവുന്ന തീരാണ് പ്രശ്നമുള്ളത്. എന്റെ ചങ്കുബ്രോയാണ്. എന്റെ ചങ്കുബ്രോയാണ്. ഈ ബ്രോന്റെ ചങ്ക് ഞാൻ എടുക്കൂട്ടാ. അമ്മാവ, എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫുള്ളുണ്ടല്ല, ഫുള്ള് ഫ്രീക്കന്മാരാണ്. ഒരേ ഒരു തള്ള വൈബ് മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യ കണ്ടു പറഞ്ഞൊരു നൈറ്റ് ഇട്ട് അതിനെ വിട്ട് കളയടാ തള്ള വൈബിനെ. ഇങ്ങനെയാണ് ഞാൻ അവളെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. അമ്മാവാ, അമ്മാവൻ വല്ല തീർത്ഥയാത്രക്ക് പോകാനുള്ള പരിപാടിയാണ്. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള യാത്ര. അങ്ങനത്തെ യാത്ര. അതാ ഉദ്ദേശിച്ചത് കേട്ടാ. പാസ്പോർട്ട് ഉണ്ടാ? അപ്പ ഗോവ. എടാ, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടേ. അതിനകത്ത് ശ്രദ്ധിക്കണം കേട്ടാ ബ്രോ. നമ്മൾ ഈ എലഫന്റിനെ ഈറ്റ് ചെയ്യുമ്പോഴേ കൊമ്പടക്കല് തുമ്പിക്കൈ ഉണ്ടല്ലോ, അതുകൊണ്ട് പിടിച്ചു വലിച്ച് പുറത്തിട്ടാ മതി. ഏതാണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ എന്റെ ചങ്ക് ബ്രോയാണ്. അതെ, വിശന്നിട്ട് ചെറുകുടല് വൻകുടലിനെ തിന്നോണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കടാ. ഇരിക്കാൻ പറ്റുവാ? അല്ല, ചെറുത് വലുതിനെ കഴിക്കൂലല്ലോ. വലുത് ചെറുതിനാക്കാൻ പറ്റുവാ? എന്റെ തത്തക്ക് ജീവനുണ്ടെങ്കിൽ കൊന്നളി നിന്നെ, മനസ്സിലായ? കൊക്കിനല്ലേ കൊക്കിനി? അത് കൊക്ക് ചത്തുപോയി, ഇപ്പൊ തത്തയാ. അങ്ങനെ പറഞ്ഞേ. ഭയങ്കര അമ്മാവന് ഇപ്പൊ എന്താണ് വിശക്കനുണ്ടാ? എടി അമ്മാവന് വിശക്കനുണ്ടെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു നോക്ക്. ഒരു 5 മിനിറ്റ് ഇപ്പൊ റെഡിയാവും.
5 മിനിറ്റ് കൊണ്ട് നിന്റെ തള്ള വൈബ് എന്തുണ്ടാക്കാനാടാ? അവള് വല്ല യൂട്യൂബിലൊക്കെ നോക്കി ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കും. അതിനുള്ള ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായിപ്പാ. ഇൻസ്റ്റാൾമെന്റ് അല്ല, instant പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം. അതൊക്കെ ഇല്ലെങ്കിൽ നമ്മ പെട്ടുപോയനെ. വൈബ് പറഞ്ഞുകൂടെ എന്നിട്ട് ഫ്രീക്കരാണെന്നും പറഞ്ഞ് തോപ്പി. ശ്രദ്ധിക്കണം കേട്ടാ. അതെ, ബെസ്റ്റിറ്റ് വയ്യൊന്നും എന്തെങ്കിലും പെട്ടെന്ന് ആക്കാൻ പറ. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ. അവിടെ ഉണ്ടാക്കി വരുമ്പോ സമയം ഞങ്ങള് പുറത്തു പോയി കഴിച്ചിട്ട് വരാം. നീ അത് ശരിയാവൂല. അയ്യോ റെഡിയായി 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 എന്നാണ്ടാ പറയണത്. ഫുഡ് റെഡിയാക്കി പിന്നെ കഴിച്ചിട്ട് പോവാ. ഫുഡ് റെഡിയായി വിളിക്കാൻ പറയാം, കഴിക്കാം, നമുക്ക് കഴിക്കാം. അവള് റെഡിയായി എന്നാ പറയണത്. ആണല്ലേ? എന്നാ ഇങ്ങോട്ട് എടുത്തോ, ഇങ്ങോട്ട് എടുത്തോ. റെഡിയായെങ്കിൽ ഇങ്ങോട്ട് എടുത്തോ. അയ്യോ, ഇതെന്താ ഇല്ലല്ലേ? നീ എന്താ ഈ വേഷത്തില്? അതെ, നിങ്ങൾക്ക് മാത്രം ഫ്രീക്കായ മതിയാ, ഞാൻ ഫ്രീക്കാവണ്ടേ? ഭക്ഷണം എടുക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഫ്രീക്കായിട്ട് വരാൻ വേണ്ടിയായിരുന്നാ? റെഡിയാന്നിട്ട് ഫുഡ് അവിടെ. ഫുഡ് റെഡിയായെന്നല്ല പറഞ്ഞത്, ഔട്ട് സൈഡിൽ പോയി ഫുഡ് കഴിക്കാൻ ഞാൻ റെഡി ആയെന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങളെ പോലെ ഫ്രീക്കായില്ലേ? അപ്പൊ നമുക്ക് പോയാലോ? കം ഓൺ ബേബീസ്. അപ്പോ നമ്മുടെ അതിധൈര്യശാലികളായ സർപ്പ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ കുറച്ചുകൂടി ഒന്ന് രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി സ്കിറ്റ് ഇറക്കാം. അപ്പൊ നിങ്ങൾ അങ്ങ് അറുമാതിച്ചൊക്കെ ചിരിക്കുക. നിങ്ങൾ ചിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബാറ്ററി ചാർജ്ഡ് ആകും. അതനുസരിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിന് പൈസ ലഭിക്കും. ഓക്കെ ചേച്ചി, ബാറ്ററി ഓൺ ചെയ്താലോ? യെസ്, ബാറ്ററി ഓൺ. നമ്മള് മലയാളികൾ പൊതുവെ എല്ലാ കാര്യത്തിനും ഇപ്പൊ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ ആശ്രയിക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു സ്കിറ്റ് ആണിത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം സജീവ് ഏട്ടൻ, മനോജ് ഏട്ടൻ ആൻഡ് അഞ്ജന. ഹലോ, എന്റെ ദൈവമേ, എവിടെല്ലാം നടന്നെന്നറിയോ ഒരു പാളയ്ക്ക് വേണ്ടിയിട്ട്. എന്റെ മോന്റെ കൊച്ചിനെ കടത്തി കുളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ പ്രസവം കേട്ടോ. പൊന്നോ, ഇതാരാടായി? സാറല്ലേ പറഞ്ഞാൽ പാമ്പനെ പിടിക്കാൻ വന്ന വീട്ടില്. പൊന്നു സാറേ, അന്ന് പിടിച്ചരാൻ കാട്ടി മുറ്റരേന ഇവിടെ ഉണ്ട്. കാരണം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പ് പ്രസവിക്കുവോ? പ്രസവിക്കും. അതേത് പാമ്പ് സാറേ? ചെളിക്കുട്ട. ചെളിക്കോട്ടായാലും മണ്ണാക്കട്ടായാലും. സാറേ ഞാൻ ചോദിച്ചോട്ടെ, ഈ പാമ്പ് യൂട്യൂബ് നോക്കിയാണോ പ്രസവിക്കുന്നേ? കഴിഞ്ഞ ആഴ്ച അറിയില്ല. ഇല്ലായിരുന്നല്ലേ? ഇന്ന് ഇവിടെ വിഷമുള്ളൊരു പാമ്പുണ്ട്, എന്റെ മരുമോള്. അവള് യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ നടക്കുവാണ്. മനസ്സിലായോ? ഇത് എന്തൊരു ഭ്രാന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഈ കൊച്ചു പ്രസവിച്ചതിന് ശേഷം ഈ പാളയെ കടത്തി കുളിപ്പിക്കുവോ, യൂട്യൂബിൽ കയറ്റി കുളിപ്പിക്കുവോ, ഈ വാഷിംഗ് മെഷീനിൽ കുളിപ്പിച്ച് ഞെറക്കുവോ? കാരണം ഇന്നത്തെ കാലം അത് അറിയാൻ പറ്റത്തില്ല. ഈ പെണ്ണി യൂട്യൂബിൽ നോക്കി പ്രസവിക്കുന്ന സമയത്ത് നെറ്റ് എങ്ങാനും കട്ടായി അവളെ ഊപ്പാടും മതവും വരും. ഇങ്ങനെയുണ്ടോ ഒരു യൂട്യൂബ് ഭ്രാന്തി? അയ്യോ അയ്യോ, എന്റെ പൊന്നെ, എന്റെ ദൈവമേ, ഇതെന്തുവാ വേണ്ട ഈ കാണിക്കുന്നത്? എടാ വേണ്ട, നടാനുള്ള ചേമ്പും ചേന കാച്ചുള്ള തലച്ചൊമ്പന്നോടെ നിൽക്കുന്നത്. നിനക്കെന്താ പ്രാന്തോടി നിനക്ക്? എന്റെ അമ്മേ, ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടായിരുന്നു. എന്താന്ന്? ഗർഭിണികൾ വെയിറ്റ് എടുക്കുന്നത് നല്ലതാന്ന്. തലയ്ക്ക് ഓളാം കേട്ടോ. ഒന്നീ കളരിക്ക് പുറത്ത്, അല്ലെ ആശ എന്റെ മയ്യത്ത്. മയ്യത്തെന്നല്ലേ, നെഞ്ചത്തെന്നല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മയ്യത്ത് എടുക്കും ഇത്. അല്ല ഇങ്ങനെ ആരെങ്കിലും ചുമക്കുവോ? എന്റെ പൊന്നു മോളെ, നീ ചുമക്കുന്നോ എന്റെ അമ്മാവി അമ്മ, അതായത് എന്റെ അമ്മാവി അമ്മയുടെ അമ്മ. ഇവരങ്ങാണം ഇത് കണ്ടോണ്ട് വന്ന ഇവിടെ പ്രസവം എടുക്കാൻ വന്നതാ. എന്റെ നെഞ്ചത്ത് ഉയര കയറത്തില്ലയോ? ഇവരാണെ പേരെടുക്കാനെന്ന് പറഞ്ഞാ വന്നത്. പക്ഷെ 24 മറ്റോളും തീറ്റ എടുത്തോണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാവോ, എലിയെ കൊല്ലാൻ വേണ്ടി 4 കേക്കിനകത്ത് വിഷം തേച്ച് വെച്ചിട്ട് മണത്ത് പോയി തിന്ന കളവിയാണ്. മനസ്സിലായില്ല? എന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എലിയെല്ലാം ചത്തുപോയല്ലേ? എങ്ങനെ ചാവാതിരിക്കും? പട്ടിണി കിടന്ന ഏത് എലിയാവും ചാവത്തില്ല. അതിന് വല്ല ഉണ്ടോ? എടാ, ഒരു തേങ്ങാക്കൊത്ത് പോലും എലിക്ക് കൊടുക്കത്തില്ലെന്ന്. എന്റെ അമ്മാമ്മയുടെ ശബ്ദം. അമ്മാമയുടെ ശബ്ദമോ? അമ്മാമ്മ മേളിൽ ഇരിക്കുവാടി. അയ്യോ, എന്റെ അമ്മാമേ മേപ്പോട്ടടിച്ചേ, എന്റെ അമ്മാമേ മേപ്പോട്ടടിച്ചേ. നീ എന്റെ വഴി എടുത്തത്. അയ്യോ, എന്നെ കൊലയാളിയാക്കല്ലേ. ഞാൻ എന്റെ അമ്മാമെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. എടി വള്ളിക്കൊട്ട, നീയാ ചോദിച്ചോണ്ടിരിക്കുന്നത്. മക്കളെ, എടാ പെയിന്റ് നിർത്തിച്ച് വേണം ഇത് പിടിച്ചിറക്കണം ഇതിനെ. എന്റെ ദൈവമേ, ഇതിനകത്തോ പെതുക്കെ 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 പിടിച്ചിറക്ക മക്കളെ.
അങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക്. പിടിയടി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിൽക്കാതെ വെക്ക്. പിടി ഇങ്ങോട്ട് വെക്ക്. ഡേയ്, മതി പോയി പെയിന്റ് ചെയ്യ് ചെല്ല് പോയി പെയിന്റ് ചെയ്യ് അമ്മാവ താൻ പറഞ്ഞു പോന്നടി പിടിക്കലടി അങ്ങോട്ട് പിടിച്ചിറക്ക്. എന്നാലും എന്റെ അമ്മാമ്മ നിങ്ങൾ എപ്പോ ഇതിനകത്ത് വന്ന് കേറിയത്? പോയി അവിടുന്ന് കുരുത്തം കെട്ടവളെ കാലത്തെ ഒരു ചിരി പഴങ്കഞ്ഞി എടുത്ത് കുടിച്ചേച്ച് ചൂരത്തൊട്ടിൽ കിടന്നുറങ്ങിയ എന്നെ ഞാൻ നമ്മളാണ് ഈ ചുമതരച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ചൂരത്തൊട്ടിലോ? നാട്ടിൽ ഈ കിടക്കുന്ന സാധനം ഇത് കെട്ടുതാലല്ല തൂക്കിയിട്ടോണ്ട് കിടക്കാൻ. കണ്ണ എടുത്ത് വയ്യേ, എടുത്ത് വയ്യേ. ഇങ്ങോട്ട് നോക്കി എന്തുവാ ഇത്? ചേടാ ഇത് വള്ളിക്കൊട്ടയായിരുന്നു. അത് നോക്കട്ട് ഇതിനകത്തിരുന്ന ചേനയും ചേമ്പോ കാച്ചിലും ഒക്കെ എവിടെ? അതൊക്കെ അമ്മാമ്മ വന്ന വഴിക്ക് എടുത്ത് തിന്ന്. തീറ്റ ഭ്രാന്ത്. ഒരു 10 മിനിറ്റോടെ താമസിച്ചിരുന്നെങ്കിൽ ഈ വള്ളിക്കൊട്ടയും ഞാൻ ഇവിടെ തിന്ന് മുലിയും പഠിച്ചു വെച്ച് തിന്നേനായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ എന്റെ കൂടാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിർത്തുവോ? നിങ്ങൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ വഴക്കെന്തിനാ? ഞാൻ ഇവിടെ ഒരു ഗർഭിണി പെണ്ണ് ഇവിടെ നിൽക്കുന്ന കാണാൻ വയ്യേ. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും. അമ്മാമ്മേ, അമ്മാമ്മക്ക് കഞ്ഞി എടുക്കട്ടെ. ഇത് വേണ്ടെന്ന് എനിക്കടി മോളെ ചിരി. എടി അത് വേണോന്നടി അമ്മാമ്മ പറയുന്നത്. വേണ്ടെന്ന് നിങ്ങൾ കാണിച്ചത്. എടി അത് വേണോന്നടി കൊച്ചേ. ഇങ്ങനെ കള്ളം പറയുന്ന കളവിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ അമ്മേ, എന്റെ അമ്മാമ്മ അങ്ങനാ. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഈ കറണ്ടിന്റെ ഫീസ് അടിച്ചങ്ങ് പോയി. അപ്പൊ ഈ ഫീസ് കെട്ടാൻ പുറത്തുനിന്ന് ആളെ വന്നാൽ കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അമ്മാമ്മ തന്നെ ഫീസ് ഇങ്ങനെ കടിച്ച് കെട്ടിയിട്ട് അന്ന് കറണ്ട് അടിച്ചതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിറയല് വരും. ചുമ്മാ അല്ല, അന്ന് കെട്ടിയിട്ട പീസിന്റെ ഒരു കമ്പി താണ്ട പല്ലേ കുരുങ്ങി കിടക്കുന്നത് നോക്കട്ടെ. ആണാണ്ടാ അതല്ല, പിന്നെ ഇതേ വെപ്പോല് ഊരിപ്പോയിരിക്കാൻ വേണ്ടി നൂൽക്കമ്പിട്ട് കെട്ടി വെച്ചേക്കോ. നന്നായി കേട്ടോ കേട്ടോ. കൊള്ളാം, നല്ല സൂപ്പർ ആയിരിക്കുന്നു. അവിടുന്ന് ഗുരുദോഷം പറയാതെ കാലുവടക്ക് ഒരൊറ്റ അട്ടി വെച്ചാണ്ടല്ലേ. ഇത് കാലം അതെ കാലും ചാണിയോ? അടുത്ത ഭ്രാന്ത് തുടങ്ങി. അപ്പൊ നമ്മള് ആവേശത്തോടെ കാത്തിരിക്കുന്ന എന്റെ ഡെലിവറി അടുത്തിരിക്കുകയാണ്. ഓടി അവിടുന്ന് ഇതിനൊക്കെ വിളിച്ച് പറയുന്നത്. എടാ ഈ സമയത്ത് പെങ്കൊച്ചുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏനക്കെട്ടുകളൊക്കെ ഉണ്ടാവും. എങ്ങനെയുള്ള കൃമികടി? ഡെലിവറി അങ്ങനെയാണോ? അപ്പൊ സോറി ഗേ. അപ്പോ നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാനൊരു ഗർഭിണിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗർഭിണിയെ ഷെയർ ചെയ്യണം കേട്ടോ. ദൈവമേ, ഈ ഗുരുത്തദോഷം ഇതെന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ദൈവമേ എനിക്ക് വയ്യ. എടി ഉഷ, നീ കേട്ടോടി നിന്റെ മരുമകളീ പറയുന്ന തോന്നിവാസങ്ങള്. ഇവരുടെ ഗർഭത്തിൽ നാട്ടുകാർക്ക് മൊത്തം ഷെയർ ഉണ്ടെന്നടി. ദൈവമേ, എന്റെ അമ്മാമേ, ഞാൻ എന്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ പറഞ്ഞത്. അമ്മാമ്മ ഇത് എന്തു? അമ്മാമ്മ കൊന്ന് ഗെയ്സ്, ഇതാണ് എന്റെ അമ്മാമ, എന്റെ അമ്മയുടെ അമ്മ. എല്ലാരും കണ്ടോ? അമ്മാമ്മ ഒരു ഹായ് പറ. ഹായ്. അത് തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കപ്പയും കാന്താരിയും എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കപ്പയും കാന്താരി അല്ല, കപ്പയും ചുണ്ടലി. ഈ കപ്പ ഏറ്റവും കൂടുതൽ തിന്നുന്നതാരാ? അതെനിയാ, ചുണ്ടലിയാണല്ലോ. അമ്മാമേ, കപ്പയും ചുണ്ടലിയും അതല്ലേ നല്ലത്? നീ ഇങ്ങോട്ട് ഇളക്കല്ലേടി, ഇങ്ങോട്ട് ഇളക്കല്ലേ. ആ തുടുപ്പങ്ങ് നിന്റെ കയ്യിലോട്ട് വെച്ചിരുന്നാ മതി കേട്ടോടി. ഏറ്റില്ല. മിണ്ടല്ലേ ഗൾഫിൽ നിന്ന് സുഖമായിട്ടും വിളിക്കുന്നു. എന്റെ മോനെ ഗൾഫിൽ നിന്ന് വിളിക്കുന്നത് സുഖാണാ. എനിക്ക് 2 വാക്ക് സംസാരിക്കണം അവന്റെ അടുത്ത്. എനിക്ക് ചെറുക്കനോട് ചിരി വർത്താനം പറയാനുണ്ട്. എന്തൊരു കുരുവെന്ന് പറയണ ഇത്. മക്കളെ സുഖമേ, വിശേഷ സുഖമാണോടാ? അവനവിടുന്ന് പുഴുക്കുവാ. മക്കളെ അമ്മാമയെ കൂടെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം കേട്ടോടാ. എന്റെ അമ്മാമ്മ ഗൾഫിലൊക്കെ പോണെങ്കിൽ വിസ വേണം. അത് പോകുന്ന വഴി ഏതെങ്കിലും കടയിൽ നിന്ന് 2 മാറ്റി പൊതിഞ്ഞോട്ട് പോയാ പോരായോ? പിസ അല്ല വിസ. മക്കളെ ഇവടെ പോകുന്ന എടാ ഇങ്ങോട്ട് വാടാ കൊച്ചേ. എടാ ദൂരോട്ട് പോവാതെടാ. എടാ കൊച്ചേ ഇങ്ങോട്ട് വാടാ. എടാ മക്കളെ ഇങ്ങോട്ട് വാടാ. ചേട്ടാ ഗവന് പണ്ടാ എന്നെ പേടിയാ. കൊണ്ടുവന്നത് കേട്ടോ. എന്റെ മോനെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. എന്റെ ഫോണിൽ ഭഗവാനെ 24 മണിക്കൂർ തിന്നുന്ന ഒരു ഭ്രാന്തി തള്ളയും താണ്ട യൂട്യൂബിൽ നോക്കി പ്രസവിക്കുന്ന ഒരു മരുമോളും. ഇങ്ങനെയുണ്ട് ഒരു പ്രസവം. നിന്റെ അമ്മായിയമ്മ താണ്ട പ്രസവം പറഞ്ഞു കേട്ടത് തുള്ളിച്ചാടുന്നു. എടി അവക്കൊക്കെ എന്തോ അറിയാം പ്രസവത്തിനെ കുറിച്ച്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത്. കേക്കട്ടെ. എന്റെ അമ്മ തന്നെ എന്റെ പൊന്നു മക്കളെ 7-ാം മാസത്തിലാ എന്നെ ഇങ്ങോട്ട് പ്രസവിച്ചിട്ടത്. സത്യമായിരിക്കും. കാരണം ഇവരെ ശല്യം കാരണം 10-ാം മാസത്തിൽ പ്രസവിക്കേണ്ട അമ്മ 7-ാം മാസത്തിൽ പ്രസവിച്ചിട്ട് ഏതോ ചുടുകാട്ടി പോയി ഒളിച്ചിരിക്കുക. ഞാൻ എന്റെ കൊച്ചിനോട് പറയല്ലേ മക്കൾ ഇത് കേക്കടി. എന്റെ അമ്മ നല്ല 1-ാം തരം വരിക്കച്ചക്ക തിന്നോണ്ടിരിക്കുമ്പോഴാ അമ്മാവെ പ്രസവിച്ചിടുന്നത്. അയ്യോ എനിക്ക് തെറ്റി. അമ്മ പ്രസവിച്ചതല്ല, പരിക്കച്ചക്കയുടെ മണം അടിച്ചിട്ട് ഇവർ ഇറങ്ങി വന്നത്. അമ്മാമ്മ പറയട്ടെ. നീ ഇപ്പൊ കേക്കണ്ട നിന്റെ പാട്ടിന്. അല്ല പറയാമേ, കേക്കട്ടെ പറ. അല്ലടി മക്കളെ, പണ്ട്
അമ്മ മൂത്തവനെ നിറപറയോടിരിക്കുന്ന കാലത്ത് എന്ത് കെട്ടുകാഴ്ച വല്ലതും ഉണ്ടായിരുന്നു? എന്തോന്ന്? നിറപറയായിട്ട് വന്നു. എടി, നിറപറയോടിരിക്കുന്ന കാലത്ത് അന്ന് ഇന്നത്തെ കാലം പോലാന്നോ മക്കളെ? വഞ്ചിയ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വീട്ടിനകത്ത് തോടാ പുഴയോ വല്ലതും ഉണ്ടോ? പിന്നെ എന്താ വലിക്കാനാ വഞ്ചിയും വെള്ളവും? കടയാവുമ്പോ ഒരു ഓളം ഒഴുക്കും ഒക്കെ വേണ്ടായോ? കൂടുതൽ അങ്ങോട്ട് ഒഴുകണ്ട, നേരെ അങ്ങ് അറബിക്കടലിൽ ചെന്ന് കഴിഞ്ഞ കൊമ്പസ്രാവ് വലിച്ചങ്ങ് ഊക്കി കയറ്റി. എടാ, എവളെ കൊണ്ടൊരു കാര്യം പറയിപ്പിക്കുന്നില്ല. പറഞ്ഞല്ലേ ഉള്ളു, പറ. പറയട്ടെ. അങ്ങനെ അമ്മാമ്മ ദൈവമേ കാലത്തെ തൊട്ട് പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. ഇവിടെ കാണിച്ചേ. അമ്മാമ്മ പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. ഇവിടെ കുളിരുകോരി ഇടുവാന്ന് പറയൂ കേട്ടോ. ഒരു തരത്തിലല്ലല്ലോ ഇവളെ കൊണ്ട്. അല്ല, പറ കേക്കട്ടെ. മക്കളെ, അങ്ങനെ അമ്മാമ്മ പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. പൊളഞ്ഞ് വെള്ളവും മഞ്ചൊന്നുമില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് ഞാൻ എന്നെ കോരിയെടുത്ത് സൈക്കിളിന്റെ പുറകേലോട്ട് വെച്ച് അങ്ങ് കെട്ടി. എന്നിട്ട് എന്നെ വെച്ചും കൊണ്ട് ചവിട്ടി ഇങ്ങനെ പോവാ. എന്റെ പൊന്നു മക്കളെ, ഇച്ചിരി അങ്ങോട്ട് ചെന്നപ്പോ എന്തുവാ, കുത്തൊരു തേരി. മക്കളെ, ഭയങ്കര കയറ്റോടി. അത് ഞാൻ എന്നോട് പറയുവാ, എന്റെ ജാലമ്മേ, പൊന്നു മോളെ, ഈ സൈക്കിളെ തന്നെ പിടിച്ചിരുന്നു, ഞാൻ എങ്ങനെങ്കിലും ഇത് ചവിട്ടി കേറ്റിക്കോളാന്ന്. അന്നത്തെ ഭർത്താക്കന്മാരെ സ്നേഹം ഇല്ലയോ? നിന്റെയൊക്കെ കണക്ക് വല്ല ആന്നോടി? ഞാനെന്ന് പറഞ്ഞ ജീവനാ വഴിക്കൂടെ. ഇതും പറഞ്ഞേച്ച് അത് ഞാൻ എന്നെ വെച്ചും കൊണ്ട് ഏറ്റം എന്റെ പൊന്നു ദൈവമേ, ഇരുന്ന മനുഷ്യൻ സീറ്റിൽ എണീറ്റ് നിന്ന് ചവിട്ടുവാ. 1 ചവിട്ടി, 2 ചവിട്ടി, 3ാമത്തെ ചവിട്ടിന് എന്റെ അമ്മേന്നൊരു നിലവിളിയാ. സൈക്കിളെ പെറ്റോ? പിന്നെ പെറ്റിൽ കട്ടേ നദിയാന്റെ കാല് തെറ്റി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഫാക്ടറിയിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്പനി പൂട്ടി. അവർക്ക് മനസ്സിലായില്ലടി മക്കളെ. മനസ്സിലായവരൊക്കെ അവിടുന്ന് ചിരിക്കുന്നുണ്ട്. പ്രായം കുറെ ആയില്ലയോ? കുറച്ച് സമയം എടുക്കും കത്തി വരാനായിട്ട് കേട്ടോ. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ അത് കഴിച്ചേച്ച് വിരിക്കാൻ കൊച്ചുങ്ങളെ. ഓ, കപ്പ് കേക്ക് അല്ല, അമ്മമ്മക്ക് എപ്പോഴും തീറ്റയുടെ കാര്യമുള്ളൂ. യൂട്യൂബിൽ പുതിയൊരു കാര്യം പറയുന്നുണ്ട്, വന്നേ. എന്തോ മക്കളെ നോക്കട്ടെ. അതായത് ഗർഭിണിയായ സ്ത്രീകളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടികൾക്ക് നല്ല സംഗീതം കേട്ട് കഴിഞ്ഞാൽ, ശുദ്ധ സംഗീതം കേട്ട് കഴിഞ്ഞാൽ നല്ല പാട്ടുകാരാവും, നല്ല ബുദ്ധിമാന്മാരാകും. അത് യൂട്യൂബ് കൊണ്ട് പ്രയോജനമുണ്ട് കേട്ടോ. യൂട്യൂബ് ദേവസഭാതലം രാഗിലമാകുവാൻ ചെറുമോട മോനെ ഗർഭം ഗർഭദിനങ്ങളിൽ സന്തോഷമേകുന്ന സുകുമോന്റെ മോനെ നന്ദി. സുഖപ്രസവം. നോ സാരിക സരിക സരി സാരിക സരിഗമ പതി സാരിക സനിത സനിത സനി സാ സിസേറിയൻ. സി 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 സേ റി എൻ 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 എൻ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പോയ. എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, കുഞ്ഞു വയറ്റിൽ കിടന്ന് ചവിട്ടുന്നു, കുഞ്ഞു വയറ്റിൽ കിടന്ന് കുത്തുന്നു, കുഞ്ഞു വയറ്റിൽ കിടന്ന് തിരിയുന്നു, ഡൈവ് അടിക്കുന്നു, അടിക്കുന്നു. അയ്യോ, ഇതൊക്കെ വിളിച്ച് പറ. നാട്ടുകാർ വിചാരിക്കും പെലയുടെ കുഞ്ഞാ വയറ്റിൽ കിടക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നീ മൂക്കും ചെവിയും പൊത്തിപ്പിടി. അകത്ത് കിടന്ന് ഓളടിച്ച വാള് തെറിച്ചില്ല കൂടെ വരും. അതുകൊണ്ട് അതെന്തിനാ നീ പൊത്തി പിടിക്കുന്നത്? അതുമല്ല, ഇങ്ങോട്ട് തെറിച്ചു വന്നാ തുടങ്ങിയേ. എന്താന്ന് തുടങ്ങിയേ? ഫുട്ബോൾ കളിയാണോ? അമ്മേ, എനിക്ക് പെയിൻ തുടങ്ങിയെന്ന് തോന്നുന്നമ്മേ. അകത്ത് നിന്ന് ആ ഗുളിയും എടുത്തോണ്ട് വരുമോ? ആ മേശക്കകത്തിരിക്കുന്ന നീല കവറിനകത്തിരിക്കുന്ന മഞ്ഞ ഗുളിയും എടുത്തോണ്ട് വരുമോ? ഇപ്പൊ എടുത്തോണ്ട് വരാം. അത് ഗുളികയായിരുന്നോടി? എന്തോന്ന്? എടാ, അത് കാലത്തെ ലഡുവിന്റെ പൊടിയാന്ന് പറഞ്ഞ ഞാൻ എടുത്താ. ഞാൻ ഇതിനെ എന്തോ ചെയ്യട്ട് മോളെ. യൂട്യൂബിനകത്ത് 1 മണിക്കൂർ പ്രസവം മാറ്റി വെക്കാനുള്ള വെള്ള വകുപ്പ് ഉണ്ടോ നോക്ക്. എന്തിന്? ഇതിനെ ഞാൻ നിന്റെ കുടുംബത്തെ ഉണ്ടാക്കിയിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രസവിക്കുന്ന കൊച്ചിന് വാലും കിട്ടത്തില്ല, നിനക്ക് കുറുക്കി വെച്ചേക്കുന്ന കുറുക്കം കിട്ടത്തില്ല. കുറുക്കല്ല, അച്ഛൻ കേറി വേണ്ടും പുള്ളേ. എനിക്ക് ആദ്യം ഉണ്ടല്ലോ സജീണ്ണനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ സജീണ്ണൻ ചെയ്യായിരുന്ന ക്യാരക്ടർ അല്ലയോ? പക്ഷെ ആ മറ്റേ ഇതിന്റെ പൊക്കത്തിൽ കയറി ഇരുന്ന് വരാൻ പറ്റില്ലാത്തോണ്ട് മാറ്റി അല്ലേ? അതുകൊണ്ടല്ലേ എനിക്കത് തോന്നിയായിരുന്നു. പക്ഷെ അമ്മൂമ്മ റോക്സ്. അതെ, സത്യം. നമ്മൾ എങ്ങനെയായിരുന്നു സജീണ്ണൻ ആ ക്യാരക്ടറിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പില്ല എന്ന് പറയുന്ന പോലെയാണ്. അത് പല്ലില് കമ്പിയിട്ട് ഇത്രയൊരു അമ്മൂമ്മനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സജീവൻ ഓൾറെഡി ഫീമെയിൽ ചെയ്യുന്നതിൽ PhD എടുത്ത ആളാണ്. എവിടെ കൊണ്ടിട്ട് കൊടുത്താലും സ്ക്രിപ്റ്റിലെങ്കിലും അങ്ങനെ കളിച്ചോണ്ട് പോകും. പക്ഷെ സമ്മതിച്ചു കേട്ടോ. മനോജ് അണ്ണൻ വന്നപ്പോ
നമ്മളിങ്ങനെ തെരയാണ് എവിടെയാണ് എപ്പോ വരും കാണുന്നുമില്ല. ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഇന്ന് ഉണ്ടാവില്ല എന്ന്. പക്ഷെ എനിക്കൊരു സംശയം, ഇൻ ബിറ്റ്വീൻ എനിക്ക് ശ്വാസമാണോ എന്തോ ആണോ അറിയില്ല, എന്തോ ഒരു സാധനം. പക്ഷെ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ അവിടെയാണോ എന്ന്. പക്ഷെ സൂപ്പർ എൻട്രി, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എൻട്രി വാസ് ടു ഗുഡ്. അതായത് മിമിക്രിയിൽ ഫീമെയിൽ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അതില് നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് സജീവണ്ണ. സജീവൻ ഫീമെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് മീശയിൽ ഒരു രോമം പോലും അങ്ങനെ വെക്കില്ല, അതുപോലെ എടുത്തു കളഞ്ഞ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു സജീവണ്ണും മനോജണ്ണും ഒക്കെ ഫീമെയിൽ ചെയ്യുന്നത്. ഈ കൊമ്പം മീശയും വെച്ചിട്ട് ഈ കൊമ്പം മീശയും വെച്ചിട്ട് അത് ഈ മീശ കാണണം, ഇത്രയും മീശ വീരപ്പന് പോലും ഇല്ല. ആ മീശയും വെച്ചിട്ട് ഈ മീശയില് മറ്റേ പിതടിക്കും, അടിച്ചിട്ട് കറക്റ്റ് നമ്മൾ സ്റ്റേജിലിരുന്ന് ഈ പുള്ളി ഈ വലിയ നൈറ്റിയൊക്കെ ഇട്ട് ഫീമെയിൽ കളിക്കുമ്പോഴേ ബട്ടർ ബണ്ണും കടിച്ചോണ്ടൊരു ചേച്ചി നിൽക്കുന്നു. നമ്മൾ സ്കിറ്റ് കാണുമ്പോഴേ കറക്റ്റ് ബട്ടർ ബണ്ണ് കടിച്ചു പിടിച്ചോണ്ട് ഒരു ചേച്ചി സ്റ്റേജിൽ ഇരിക്കുന്നതാണ് നമ്മളെ ഫീല്. അത് വേറെ അറിയോ, കാരണം മീശ ഞാൻ മോഹൻലാലൊക്കെ ചെയ്യുന്നതുകൊണ്ട് മീശ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ, ഒരുപാട് ഫിയർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് മീശ മാസ്ക് ചെയ്യാൻ വേണ്ടി ഈ പാൻ കേക്ക് ഇട്ട് മാസ്ക് ആയിട്ട് കളിക്കുക, അതേ രക്ഷയുള്ളൂ, അല്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പം അഞ്ജന ടോപ്പിലാക്കി, സജീവൻ പഠിപ്പിച്ച് ടോപ്പിലാക്കി, മനോജേട്ടൻ തലയിൽ വെച്ച് ടോപ്പിൽ വെച്ച് കൊണ്ടുവന്നു അല്ലേ, ഫുൾ ടോപ്പാണ്. എങ്കിൽ ബാറ്ററി എത്രത്തോളം കയറിയിട്ടുണ്ട്, ചാർജ് കയറിയിട്ടുണ്ട്, എത്രത്തോളം ടോപ്പ് ആയെന്നുള്ളത് നോക്കിയാലോ, നോക്കാം. ടോപ്പിലായേ അടിപൊളി. അപ്പൊ എന്തായാലും 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ, come on. ഒരു സാധനം, അത് വിഷ്വലി പണ്ട് നമ്മൾ സൈക്കിൾ പഠിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സാധനമാണ്. ഇവര് പറഞ്ഞൊരു കഥ, കയറ്റത്തിൽ കയറി സൈക്കിൾ വിട്ടപ്പോ പെട്ടിലേന്ന് കാല് പോകൂലേ, അത് ഞാനൊക്കെ എന്റെ കൊച്ചിലെ കുട്ടിക്കാലത്തോട്ട് പോയി. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾക്ക് അല്ല ഒന്നേ പെട്ടിലെന്ന് കാലോട് അല്ലെ ചെയിൻ പൊട്ടണം. അയ്യോ, നമ്മുടെ സർപ്പേല ഫുൾ ടീം ഇവിടെ ഇരിപ്പുണ്ട്. ഇവർക്ക് ഇപ്പൊ പാമ്പിനെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചലഞ്ചാണ് അല്ലേ. അതുപോലെ പട്ടിയെ പിടിക്കുന്ന ഒരു ഡോഗ് ചലഞ്ചുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ചലഞ്ചുമായിട്ട് ഇവിടെ വരാൻ പോകുന്നത് ശരത്ത്, ഷൈൻ, ഐശ്വര്യ. ഒന്ന് ബാറ്ററി ഓൺ ആക്കി ചേച്ചി. ഓക്കെ, ബാറ്ററി ഓൺ. നമ്മുടെ സർപ്പേല ഫുൾ ടീം ഒന്ന് ഓണായേ. അപ്പൊ വിളിക്കാം, ശരത്ത്, ഷൈൻ, ഐശ്വര്യ. ഇവിടെ നമുക്ക് പരിചയമുള്ള പിള്ളേർ തന്നെ കുറയ്ക്കണത്. യോ, എല്ലാരും ഇഞ്ഞു വന്നാ. ഇന്നേ എന്റെ അപ്പുമോന്റെ ബർത്ത്ഡേയാ. നിങ്ങൾക്ക് എല്ലാരും കൂടെ തരാനുള്ള ലഡു എന്റെ കയ്യിലില്ല. തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദേ ഈ ചേട്ടൻ ഈ ലഡു കഴിക്കും. കടിക്കേട്ടാ, കടിക്ക്, എടുത്ത ഒരു കടിയും കടിക്ക്. ഇതാണ് അമ്പിളിയുടെ ഞെട്ടിക്കൽ ലഡു. ഞെട്ടി 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 ചേട്ടൻ ഞെട്ടി, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിയേനെ. അപ്പുമോനെ, ചക്കര മോനെ, നീ എന്നോട് പിണക്കാണോടാ? എടാ, നിന്റെ വായി ഇരുന്ന ലഡു പിടിച്ചു മേടിച്ച് ഞാൻ ആ മാമന് കൊടുത്ത്. പൊന്നുമോ പിണങ്ങല്ലേ, അമ്പിളിയമ്മ ബിരിയാണി കൊണ്ടുവന്ന് തിന്ന് തിന്ന്. അമ്പിളിയമ്മേരെ ബിരിയാണി തിന്ന് തിന്ന്. എന്തോന്ന് കാണിക്കുന്നു ഇവിടെ കിടന്നു? അതെ, ഞാനൊരു പുതിയ ഐറ്റം ഉണ്ടാക്കി. എന്തോന്ന്? ഞെട്ടിക്കൽ ബിരിയാണി. നിനക്കത് പുതിയതായിരിക്കും, പക്ഷെ നീ എന്തുണ്ടാക്കിയാലും എനിക്കത് ഞെട്ടലാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ. ഇന്നലെ എന്തോ ഉണ്ടാക്കി? ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഇങ്ങോട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. അതല്ലേ പറഞ്ഞ ചിക്കൻ പൊട്ടിത്തെറിച്ചെന്ന്. അങ്ങനെ ആ ഇരിക്കുന്ന ആരാണെന്ന് അറിയാമോ? അതാരി? പാമ്പ് പിടുത്തക്കാരാ. ഞാൻ വെള്ളവടി നിർത്തിയല്ല. ആ പാമ്പല്ല, ഇത് ഒറിജിനൽ പാമ്പ് പിടുത്തക്കാര്. അപ്പുമോന്റെ ബർത്ത്ഡേക്ക് വന്നതാ. ആ ചേട്ടൻ ലഡു തിന്ന്. അല്ല, നിങ്ങൾ പുല്ല് വെട്ടാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയതാണോ? എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരാൾ നമ്മുടെ കയ്യിലുണ്ട്. ആരാ? കണ്ട
ഇവനാകുമ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും, പുല്ല് വെട്ടുകയും ചെയ്യും. ഇതെന്നാ പുൽച്ചാടിയാ? പിന്നല്ലാതെ. ഓ, ഇതുപോലൊരു മനുഷ്യൻ എന്റെ കൂട്ടിരിക്കുന്ന ഒരാളാ. എവിടെ? എന്റെ കൂട്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഓ, മനുഷ്യ അത്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളെ കൊണ്ട് എന്തേലും ഒരു ഉപകാരം എനിക്കുണ്ടോ? ഒന്നും വേണ്ട. ആ ആശയില് കഴുകിയിട്ടിരിക്കുന്ന എന്റെ ബ്ലൗസ് അതൊന്ന് താഴെ വീണ നിങ്ങൾ എടുത്തിടുവോ? അതെങ്ങനെ എടുത്തിടാൻ പറ്റും? എനിക്ക് പാകമല്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനാ? ഇവിടെ കാശ് കടം കൊടുത്തിട്ട് കൊല്ലത്ത് പോയി നിൽക്കുന്ന മനുഷ്യനാ, കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്. അങ്ങനാണെങ്കിൽ ഞാൻ കൊല്ലത്ത് പോകുന്ന സമയത്ത് ഈ വീട് വിൽക്കാൻ ഒരിക്കലല്ലോ ഇനി. അത് കൊല്ലം കണ്ട ഇല്ല വേണ്ടെന്നല്ലേ? അങ്ങനാണെങ്കിൽ കൊച്ചി പോയാൽ മതിയായിരുന്നു. അതെന്നാ? കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നല്ലേ? ഉച്ചി ഞാൻ അടിച്ച് കലക്കും. ഈ ഒരു ഫിഗർ ആർട്ടിസ്റ്റിനോടാണ് സംസാരിക്കുന്നത്. ഫിഗർ ആർട്ടിസ്റ്റാ? പിന്നല്ലാതെ. നിങ്ങളാ ഫിഗർ ഒക്കെ ചെയ്യൂ? ഫിഗറൊക്കെ ചെയ്യും. ഏത് നടന്റെ? നടന്റെ അല്ല, പരുന്തിന്റെ ഫിഗർ ഞാൻ ചെയ്യും. ഞാനൊരു പരുന്തിന്റെ ഫിഗർ ചെയ്തപ്പോഴുണ്ടല്ലോ ഒരു വണ്ടിയെ ചാടി കയറി കണ്ടു തുറന്ന് നോക്കിയപ്പോ എവിടാ? തമിഴ്നാട്ടില്. അതിട്ടെന്തോ ചെയ്ത് സംസാരിക്കുന്ന പരുന്താന്ന് പറഞ്ഞ് അവരെന്നെ കൊണ്ട് കൂട്ടിലടച്ചു. എന്റെ മുഖം കണ്ടപ്പോ അവര് പറഞ്ഞു ഇന്തമാതിരി പരുന്തല്ലെന്ന് പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്, വേറൊരു കാര്യമാണ്. അതിവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യം, ഞാൻ വേറൊരു ഫിഗർ ചെയ്യും. തീക്കകത്ത് വീഴുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ ഫിഗർ ചെയ്യും. അതെങ്ങനെ ചെയ്യും? ഞാൻ കാണിച്ചു തരാം. കണ്ട നോക്കിക്കോണേ. എങ്ങനുണ്ട്? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട? അല്ല, ഈ കുപ്പി ഉരുവി അങ്ങ് തീരട്ടെ. ഞാൻ തീയിട്ടം കത്തിക്കും. തീയുടെ കാര്യം സംസാരിക്കല്ലേ എടി. മണ്ണെണ്ണ വിളക്കിനെ വരെ പറ്റിച്ചാണ് നിന്റെ തന്ത. മണ്ണെണ്ണ വിളക്കിനെ പറ്റിച്ചെന്നാ? മണ്ണെണ്ണ വിളക്കിനകത്ത് മണ്ണെണ്ണ തീർന്നപ്പം അതിനകത്ത് ഉജാല എടുത്തൊഴിച്ചിട്ട് അതിന്റെ ചവിട്ടിന്ന് പറഞ്ഞു. ഓ, മണ്ണെണ്ണക്കൊക്കെ എന്നാ വിലയാണ്. ഇതറിയാത്ത പാവം മണ്ണെണ്ണ വിളക്ക് നിന്ന് കത്തിക്കൊടുത്തു. അതല്ലേ പരിപാടി. എന്റെ അച്ഛനെ കുറ്റം പറയരുത്. നിങ്ങളുടെ അച്ഛനും ഒട്ടും മോശമല്ല. എന്താണ് എന്റെ അച്ഛനെ? ഇങ്ങേരുടെ അച്ഛൻ ബസ്സിനകത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം ഒരു പയ്യൻ വന്ന് വെച്ച് ചേട്ടാ ലിഫ്റ്റ് വേണോന്ന്. മക്കളെ നമ്മളെ വീട് ഓടിട്ടതാ മക്കളെ എന്ന് പറഞ്ഞു വിട്ടാ മനുഷ്യനാ ഇങ്ങേരുടെ അച്ഛൻ. എന്റെ അച്ഛനെ കളിയാക്കുമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ ഞാൻ കളിയാക്കും. എന്റെ അച്ഛന്റെ കാര്യം ഞാൻ പറയടി. സ്ത്രീധന പാട്ട് പട്ടിയും പട്ടിക്കൂടിയും തന്നവരല്ലേ നിന്റെ തന്ത? ഇത് ആപ്പ ഉപ്പ പട്ടിയൊന്നും അല്ല, പിന്നെ നല്ല ഒന്നാം തരം ഒരു വേട്ടപ്പട്ടിയാണ്. വേട്ടപ്പട്ടിയാ? ഇതാ നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്റെ അമ്മാവൻ പുലിവേട്ടയ്ക്ക് പോകുമ്പം ഇവനെ കൂടെ കൊണ്ടുപോകും. അമ്മാവൻ പുലിയെ പിടിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുമ്പം ഇവൻ ഇറച്ചി കൊടുക്കും. അപ്പൊ ഇവൻ പുലിയെ കാണിച്ചു കൊടുക്കും. ഒരു ദിവസം അമ്മാവൻ ഒളിച്ചിരുന്നപ്പോ ഇവൻ ഇറച്ചി കൊടുത്തില്ല. എന്നിട്ട് പക്ഷെ ഇവൻ കാണിച്ചു കൊടുത്ത്. പുലി കാണിച്ചു കൊടുത്തു കാണും. അല്ല, ആ വന്ന പുലിക്ക് ആ ഒളിച്ചിരുന്ന അമ്മാവനെ കാണിച്ചു കൊടുത്ത്. അമ്മാതിരി മെനകെട്ട പട്ടിയാണിത്. അന്ന് കൂട്ടിക്കേറ്റിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ തുറന്നു വിട്ടിട്ടില്ല. ഞാൻ തുറന്നു വിടാം. കടിച്ചു കീറിക്കളയൂന്ന്. അത്രക്കിതാ. മനസ്സിലായില്ല. ഡേഞ്ചർ. അപ്പൊ ഈ പട്ടിയെ കൂട്ടി ഇറക്കാൻ ആളി? ഞാനേ നമ്മുടെ നാട്ടില് യൂട്യൂബില് പട്ടിച്ചലം ചെയ്യുന്ന ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇപ്പൊ വരും. നിങ്ങൾ ഇവിടെ നില്ല്. അവൻ വരുമ്പോ അവന്റെ അലർച്ച കേൾക്കുമ്പോ ഞാൻ വരാം. അമ്പിളി ചുമ്മാ. ഹലോ, ആരായിരുന്നു? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ചീനി വിളയിൽ ഹരി. അയ്യോ, അത് നെല്ല് വിളയുമ്പോഴല്ലേ അരി? അയ്യോ, അരിയല്ല, ഹരി. ഹരി. എന്നാലും പിടിയിട്ടില്ല. എന്നെ പിടിയിട്ടില്ലേ? ഇല്ല. ഞാൻ പട്ടിയോട് ചേർന്നിരിക്കുന്നവൻ. എന്നാ തൊടലാണോ ഇയാൾ? തൊടലല്ല. ചേട്ടൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടോ? പരസ്യമല്ലേ? അതല്ല, ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിന്റെ അകത്ത് പട്ടിയെ പിടിക്കുന്ന ഒരാളാണ്. ആണോ? അപ്പൊ താമസം ബസ് കിട്ടാത്തോണ്ട് താമസിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്. നീ എവിടെ താമസിക്കുന്നേന്ന്? അയ്യോ, താമസിക്കുന്നതാണോ? അത് അപ്പച്ചിയുടെ വീട്ടിൽ പോയ ഒരു കൊച്ചുണ്ട്, യാമി എന്ന പേര്. അവളെ കളിപ്പിച്ചിരിക്കുമ്പോ അങ്ങ് താമസിക്കും. സമയം പോലെ അറിയത്തില്ല. നിന്റെ വീട് എവിടെ ഞാൻ ചോദിച്ചു. എന്റെ വീട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചീനി വിള. ഓ, അപ്പൊ പട്ടി പിടിക്കുന്ന ആളാണോ? ഞാൻ പട്ടി പിടിക്കാൻ വന്നതാണ്. പട്ടി പിടിക്കാൻ ആള് വന്നു. അയ്യോ അയ്യോ, ചുമ്മാ യൂട്യൂബിലെ പട്ടി. ഇത് യൂട്യൂബിലെ പട്ടിയല്ല, മറ്റേ കാറിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന പട്ടി. കണ്ട തലയാട്ട്. യൂട്യൂബിലൊക്കെ പട്ടിയെ പിടിക്കുന്ന ചലഞ്ച് ചെയ്യുന്ന ചേട്ടനല്ലേ? അത് ഞാനാണ്. ഫോൺ വിളിച്ചത് ഞാനായിരുന്നു. അപ്പൊ ഫോൺ എടുത്തത് ഞാനാണ്. ഹലോ നാക്കിയത് ഞാനായിരുന്നു. അപ്പൊ തിരിച്ചു ഹലോ എന്ന് പറഞ്ഞത് ഞാനാണ്. ഈ നിൽക്കുന്ന പുള്ളി ഏതാണ്? ഇതോ? ഇത് ബാബു ചേട്ടായി. 8 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിലോട്ട് വന്നതാ. എത്ര സുന്ദരമായ ദിനങ്ങളായിരുന്നു അതെ. ഞാനും ബാബു ചേട്ടായും കൂടെ നൃത്തമൊക്കെ ചെയ്തിട്ടുണ്ട്.
നന്നായിട്ട് നൃത്തം ചെയ്യും ബാബു ചേട്ടായി. ബേബി ഈ പട്ടിയെ പിടിക്കുന്നതിന് മുമ്പ് ഈ പട്ടി ബൈറ്റ് ചെയ്യൂ. അത് പീറ്റർ ഹീൻ അല്ലേ ഇത്? ബൈറ്റ് ചെയ്യുമെന്നല്ല ചോദിച്ചത്, ബൈറ്റ് ചെയ്യുമെന്ന്. കടിക്കുമോ? പിന്നെ കടിക്കും. പട്ടികളെ ഫ്രണ്ടിൽ കഴിഞ്ഞ പട്ടി അപ്പൊ കടിക്കും. ആര് ചെന്നാലും കടിക്കൂ? ആര് ചെന്നാലും കടിക്കും. അങ്ങനെ ആണെങ്കിലേ ഈ ക്രോസ് ചെയ്യിക്കുന്നത് എങ്ങനെ? സീബ്ര ലൈൻ ഉണ്ടല്ലോ, അതേ കൂടെ ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ റോഡ് നടക്കുന്ന മതി. അപ്പുറത്തോട്ട് ചാടണം, അത്രേ ഉള്ളൂ. എടാ ഇയാള് റോഡ് മുറിച്ച് കിടക്കുന്ന കാര്യമല്ല, പട്ടിയെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പട്ടിക്ക് എന്തോന്ന് റോഡ് വണ്ടിയൊക്കെ, പട്ടി അങ്ങോട്ടല്ലേ ക്രോസ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പട്ടിയെ പിടിക്കുന്നില്ല. പട്ടിയെ പിടിക്കാം. പട്ടിയെ പിടിക്കുന്നതിന് മുമ്പ് വേറെ കാര്യമുണ്ട്. എന്ത്? അതായത് നമുക്ക് ഇൻട്രോ എടുക്കണം. ആരെങ്കിലും എന്നെ ഒന്ന് വെല്ലുവിളിക്കണം. വെല്ലുവിളിച്ചിട്ട് നമുക്ക് എടാ നാണം ഉണ്ടാടാ നിനക്ക്? എടാ ഒരു വീട്ടിൽ വലിഞ്ഞേറി വന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടാടാ? എടാ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട് പറയണ്ടേ? അത് പറയണ്ടേ? എടാ നിനക്ക് ഉളുപ്പുണ്ടോടാ? എടാ നിനക്ക് ഒത്തിരിയെങ്കിലും ഒത്തിരി എടാ നാണം ഉണ്ടാടാ? നാണം കെട്ടവനെ. നിർത്ത്. ആ പട്ടി അടിച്ചിട്ട് അതിന്റെ തൊട്ട് കയറി കിടക്കാവും. അതെന്നാ? ആ പട്ടിയെക്കാട്ടിലും കൂടുതലായിട്ട് ചേച്ചി കുറയ്ക്കുന്നുണ്ട്. എന്റെ പൊതു ചേച്ചി ഇതല്ല, അഭിനയിക്കണം ചേച്ചി. ഓ അഭിനയിക്കണം? എനിക്കറിയത്തില്ല. അറിയത്തില്ലെന്ന് പോലും. ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്തുണ്ടല്ലോ, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് കല്യാണം നടത്തിയവളാ ഇവള്. ഇവിടെ പറയണോ? ലോകം അറിയട്ടെ നിന്റെ കഴിവ്. അഭിനയിക്കാനാണെങ്കിൽ അതൊക്കെ ചേട്ടന്. ചേട്ടൻ ചെയ്യൂ? ഞാൻ ചെയ്യും. ഒരു നിമിഷം. ഒരു മിനിറ്റ്. ഈ മയിലിന്റെ ഫിഗർ ചെയ്താലാ? അവനെ കൊണ്ട് അത് വെളുപ്പിക്കരുത്. പിന്നെ ഫിഗർ ചെയ്താലാ? തൊഴുവാ ഞാൻ. എന്താ? ചേട്ടൻ നന്നായിട്ട് അഭിനയിക്കും. അഭിനയിക്കൂ? കുഞ്ഞിലേക്ക് എന്തോ ഒരു അഭിനയമായിരുന്നു. അഭിനയിക്കൂ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പെറ്റി വീണ സമയത്ത് കരഞ്ഞില്ല, അഭിനയിച്ചു. എങ്ങനെ? അത്രയും വേണ്ട. ഞാൻ പറയുന്ന ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രോ എടുക്കാം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ. ധൈര്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കിടക്കുന്ന ഈ പട്ടി നീ അഴിച്ചോട്ട് പോയി കാണിക്കണം. ഇത്രേ ഉള്ളൂ സാധനം. സിമ്പിൾ. അതുകൊണ്ട് ക്യാമറ അതുകൊണ്ട് അവിടെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു. റെഡി ആക്ഷൻ. പട്ടി വീട്ടിൽ കടിക്കും. പട്ടി ഇവിടെ ഉണ്ടല്ലോ. അണ്ണാ കൈ അടിച്ചിട്ട് പറയണ. പട്ടി അപ്പുറത്ത്. ഇത് കുറെ കിട്ടണ്ട. കൈ നേരെ വെക്കുക. പട്ടി സംഭവം കോൺഫിഡൻസിനെ ബാധിക്കണ. നിർത്താവോ? എന്ത്? കിറ്റ് വേണോ? ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയാക്കി. ശരിയാവും. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ പൂച്ചയെ പിടിക്കടാ. ഈ കിറ്റിനകത്ത് വന്നായിരിക്കും. നിങ്ങളൊന്ന് മാറി. നിങ്ങൾ ഡയലോഗ് പഠിക്കുക. എന്നെ തന്നെ പഠിക്കണം. ഡയലോഗ് പഠിക്കുക. നിങ്ങൾ ചെയ്യാം. അണ്ണൻ ചെയ്യും. അതിനു മുമ്പ് ചേച്ചി ഒന്ന് പറയാൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ പറയണോ? പട്ടിയും പൂച്ചയും തമ്മിൽ കറക്റ്റ് മീറ്റർ വെച്ച് മാറി എന്ന് പറയാം. ഞാൻ പറയുന്ന കേക്ക്. ചേച്ചി ഫ്രണ്ടോട്ട് നോക്കി എന്നിട്ട് ആ അണ്ണൻ പറഞ്ഞ അതേ ഡയലോഗ് കൈയൊക്കെ ഇളക്കി ഒന്ന് ചെയ്തു. ഒന്ന് പറയാം. ശ്രമിച്ചോക്കാം. ചെയ്യാൻ പറ്റൂല്ലോ? എന്നാ ആക്ഷൻ. പട്ടിയെ പിടിക്കാൻ എന്ത് ചെയ്യും? പട്ടിയെ പിടിച്ചാൽ എന്ത് ചെയ്യും? ഇമാതിരി സാധനം ഇവിടെ ചെയ്യരുത്. ഇങ്ങനത്തെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇല്ലിരിക്കുന്ന രണ്ടുപേരോട് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം വേണ്ട. നിർത്ത്. താൻ ആദ്യം നിർത്ത്. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പട്ടിയെ പിടിക്കാനാണ്. അങ്ങനെ പോയി ആദ്യം പോയി പട്ടിയെ പിടിക്കണം. ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. ഇത്രയും മതി. നമ്മൾ ഇൻട്രോ കട്ട് ചെയ്ത് ചേട്ടാ ഇങ്ങോട്ട് മാറി. അങ്ങനെ പട്ടി ഞാൻ പട്ടി. അയ്യോ ഇത് വലിയ പട്ടി ഇപ്പൊ പിടിക്കാൻ പറ്റൂല. എന്ത്? പട്ടി ഉറങ്ങുക. ഉറക്കം പിടിക്കുന്ന കേട്ടില്ലേ? ഉറങ്ങുമല്ല, നിന്നെ കണ്ടിട്ട് മുറുമുറുക്കും. അത് ഞാൻ കൊടുത്ത ബിരിയാണി തിന്നോണ്ടാ കിടക്കുന്നത്. അപ്പൊ നിന്നെ അത് കൊല്ലാനുള്ള ദേഷ്യം കാണും. ദേഷ്യമുണ്ടോ? ഇല്ലല്ല. അയ്യോ ചൂടായിട്ട് നിൽക്കുന്ന പട്ടിയെ നമ്മൾ പിടിക്കല്ലേ, തണുപ്പിക്കണം. എനിക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലാ? എന്നാ അങ്ങനല്ലെന്ന്. നമ്മൾ തണുപ്പിക്കാൻ അതിന് ബിസ്ക്കറ്റ് കൊടുത്താലോ? ആദ്യം നീ പട്ടി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ബിസ്ക്കറ്റും പഴമൊക്കെ മേടിച്ചു തരാം കേട്ടാ. എനിക്ക് ബിസ്ക്കറ്റ് തരാനല്ല, പിന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അത് തിന്നുമ്പോൾ നമുക്ക് പിടിക്കാം. എടാ നിനക്ക് ബിസ്ക്കറ്റ് തരുന്നുണ്ടോ? പിന്നെ എന്തിനാണ് പട്ടിയുടെ വായിക്കാത്ത ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരുന്നത്? അതല്ലെന്ന്. പിന്നെ പട്ടി ബിസ്ക്കറ്റ് തിന്നപ്പോ പുറകെ ചെന്നിട്ട് നമുക്ക് എടുക്കാന്ന്. നീ ബിസ്ക്കറ്റ് കുതിരാണോ? നീ ബിസ്ക്കറ്റ് കുതിരാണ്. പട്ടിയുടെ പുറകെ ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരണതൊക്കെ. എടാ എന്റെ പൊന്ന് ചെറുക്കാൻ നാണം കെടുത്തരുത്. ഞാൻ അത്രയ്ക്ക് ഹൈപ്പ് കേട്ടി വച്ചേക്കാണ്. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3-4 ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാവോ? അത് ഞാൻ പറയാം. അങ്ങനെ പറയാലോ. എങ്കിൽ ഈ പട്ടിയുടെ പേരെന്താണ്? അപ്പുകുട്ടൻ. ഈ അപ്പുക്കുട്ടന് പേരിട്ടതാരാണ്? അപ്പുപോയി. അപ്പൊ ഈ അപ്പൂപ്പൻ ഇപ്പൊ എന്ത് ചെയ്യും? മരിച്ചുപോയ അപ്പൂപ്പൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പടം. അപ്പൊ ആ പടം സംവിധാനം ചെയ്ത ആരാണ്? സംവിധായകൻ എവിടെ? സംവിധായകനെ കാണിച്ചുതരാം ഞാൻ. എന്തോരം ഇരിക്കുന്നു സംവിധായകൻ. അയ്യോ ചേച്ചി പട്ടി തുറന്നു വിടണം. പട്ടിയെ തുറന്നു വിടാൻ സംവിധായകനാണത്. അപ്പൊ എനിക്ക് ചലഞ്ച് ചെയ്യണ്ട ചേച്ചി? അയ്യോ ഇനി ചലഞ്ച് ചെയ്യുന്ന നീയല്ല, പിന്നെ ഞങ്ങളാ ചലഞ്ച് ചെയ്യുന്നേ. ബിരിയാണി ചലഞ്ച്. ബിരിയാണി ചലഞ്ചോ? എടാ ഇനി ഞാൻ 2 ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ടാക്കണ്ടേ ചേച്ചി? ചുമ്മാ
പൊതുവെ ഇവര് ഭയങ്കര ജിൽ നിൽക്കുന്ന ടീമുകളാണേ. ഇന്നൊരു ജില്ലിൽ 2 ജില്ലയെ ഞാൻ കണ്ടുള്ളൂ, ബാക്കി ജിൽ ഞാൻ കണ്ടില്ല. ബാക്കി 2 ജില്ലയിൽ ഹർത്താൽ. അതൊന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല. നല്ലായിരുന്നു അല്ലേ? നമ്മുടെ സർപ്പ ടീമിനോട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്. ഇഷ്ടമായോ? നല്ല കുറെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേസ് ബാറ്ററിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ബാറ്ററിയോട് ചോദിച്ചു നോക്കാം. കമോൺ. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി പല ചുരി താളത്തിൽ 18,000 rupees ആണ് ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നോട്ട് ബാഡ്. ഇനിയും ശ്രമിച്ചാൽ ഇനിയും നിങ്ങൾക്ക് നേടാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ 18,000 rupees ക്രെഡിറ്റ് ചെയ്ത് തരാവോ? പൈസ ക്രെഡിറ്റ് ആയി. ഇനി അടിച്ചു പൊളിക്കാം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. മനസ്സിലായല്ലോ ചടങ്ങ് എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഇന്നത്തെ മെയിൻ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാ? ശ്വേത ചേച്ചിയെ. ഓക്കെ, സർപ്പ ഗ്രൂപ്പ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണെന്ന് ഒന്ന് പറയൂ. ശരിക്കുള്ള പ്രായത്തിന്റെ ഒരു സൂചന പോലും തരാതെ വളരെ ഭംഗിയായിട്ട് വളരെ നാച്ചുറലായിട്ട് ആ പ്രായത്തിലുള്ള ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നതിൽ അഞ്ജന വളരെ സക്സസ്ഫുൾ ആയിട്ട്. നോ ഡൗട്ട്. അപ്പൊ അഞ്ജനയുടെ പേര് തന്നെയായിരുന്നു ഞങ്ങളും മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഇനി അത് ഏത് തമാശക്കാണ് ഏത് പെർഫോമൻസിനാന്നുള്ളത് അറിയണ്ടേ? ദാ കാണാം. അയ്യോ എന്റെ പൊന്നായ, എന്റെ ദൈവമേ, ഇതെന്തുവാ വേണ്ട ഈ കാണിക്കുന്നത്? എടാ വേണ്ട, നടാനുള്ള ചേമ്പും ചേന കാച്ചുള്ള തലച്ചൊപ്പന്നല്ല നിൽക്കുന്നത്. എന്റെ അമ്മാമ്മയുടെ ശബ്ദം. അമ്മാമയുടെ ശബ്ദമോ? അമ്മാമ നാട്ടിലെ മേളി ഇരിക്കുവാടി. അയ്യോ എന്റെ അമ്മാമേ പോട്ടടിച്ചേ, എന്റെ അമ്മാമേ പോട്ടടിച്ചേ. അങ്ങനെ അമ്മാമ്മ ദൈവമേ കാലത്തെ തൊട്ട് പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. അമ്മ പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. ദേവസമാതലം രാഗിലമാകുവാൻ ചെറുമോട മോനെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ അഞ്ജന. എന്നാ പറ്റി ഇതിന് ഇങ്ങനെ നിൽക്കുന്നേ? കാര്യം പറഞ്ഞ ഞങ്ങള് ബാബാ. ഓയ്യോടോ. ചേച്ചി ക്രൗൺ നമുക്ക് കൊടുക്കണ്ടേ? അങ്ങോട്ട് നോക്കിക്കേ, ആ ക്രൗൺ ദാ വരാണ്. കഴിഞ്ഞിട്ടില്ല. ക്രൗൺ മാത്രമല്ല, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. എന്താണ് നമ്മുടെ രാജകുമാരിക്ക് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല ഇങ്ങനൊന്നുള്ള അവസരങ്ങളോ കാര്യങ്ങളോ ഒന്നും. പക്ഷേ ദൈവം, പിന്നെ മനോജേട്ടനും സജീവേട്ടനും, കാര്യം ഞാൻ സ്കിറ്റൊക്കെ ചെയ്യുന്നത് ഇവരുടെ കൂടെ വന്നിട്ടാണ്. അപ്പം എന്നെ കൂടെ നിർത്താനുള്ള അവരെ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ അവരെന്നെ കൂടെ നിർത്തി അതുപോലെ പഠിപ്പിക്കുകയും സമയം അവർക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരെനിക്ക് വേണ്ടി അത് സമയം കണ്ടെത്തി എന്നെ ഒരു മോഡുലേഷൻ പോലും അവർ എന്നെ പഠിപ്പിച്ചു തന്നത്, ഉറക്കം ഉളച്ചിരുന്ന് എന്നെ പഠിപ്പിച്ചു തന്നതാണ് രണ്ടുപേരും കൂടെ. ഭയങ്കര താങ്ക്സ്. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും കണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് അഞ്ജനയാണ്. ഇതുപോലെ നിങ്ങൾക്ക് മെയിനൊക്കെ ആകാനുള്ള അവസരങ്ങളുണ്ട്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ സർപ്പ ടീം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. നമ്മൾ ഇനിയും കാണും. ചേച്ചി ഇത് പറഞ്ഞോണ്ട് ദേ നമ്മുടെ ഗർഭിണി വെയിറ്റ് ചെയ്യാ, നമുക്ക് വൈൻഡപ്പ് ചെയ്ത് പോണ്ടേ? പോവാണ്, വരൂ ഗർഭിണിക്ക് വന്നേ. ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞായിരുന്നു ഒരു ലാലി വെക്കണം. ഞങ്ങൾക്ക് അങ്ങനെയാ കാണുമ്പോ.
All right, so Cutie the Beauty Soap presents Comedy Masters, powered by Amrithaveni Lice Kit, co-powered by Rajakumari Group, saying bye-bye, good night. Comedy Masters.